ഹലോ കൂട്ടുകാരെ, മലയാളം കുട്ടിക്കഥകളുടെ ലോകത്തേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ രണ്ട് അണ്ണാറക്കണ്ണന്മാരുടേതാണ്. അപ്പോൾ കഥ തുടങ്ങാം അല്ലേ? മിക്കു അണ്ണാനും ചിക്കു അണ്ണാനും കൂട്ടുകാരായിരുന്നു. മിക്കു അണ്ണാൻ പരിശ്രമശാലിയും ചിക്കു അണ്ണാൻ മടിയനുമായിരുന്നു. കാട്ടിനുള്ളിലെ അടുത്തടുത്ത രണ്ട് മരങ്ങളുടെ ചില്ലകളിൽ മരപ്പൊത്തിനുള്ളിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. രാവിലെ ഭക്ഷണം തേടി മിക്കു അണ്ണാൻ കാട്ടിലിറങ്ങും. എന്നിട്ട് ഭക്ഷണം തേടി കൊണ്ടുവന്ന് മാളത്തിൽ വെച്ച് പാകപ്പെടുത്തി കഴിക്കും. മിക്കു അണ്ണാനാകട്ടെ ഉറങ്ങിയും കിടന്നും വെറുതെ സമയം കളയും. അവൻ ഇര തേടാൻ പോവാറേയില്ല. നേരം വൈകുമ്പോൾ പതിയെ മിക്കുവിന്റെ മാളത്തിലെത്തും. എന്നിട്ട് മിക്കുവിന്റെ ഭക്ഷണത്തിന്റെ പങ്കുപറ്റും. മിക്കു അണ്ണാനാകട്ടെ ഈ കള്ളത്തരങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അങ്ങനെ ഇരിക്കെ വസന്തകാലം വന്നു. മിക്കു അണ്ണാൻ ചിക്കുവിനോട് പറഞ്ഞു, നോക്കൂ ചിക്കു, ഇപ്പോൾ ധാരാളം ഭക്ഷണം കാട്ടിൽ കിട്ടും. ഇനി കൊടും ചൂടുകാലം വരുമ്പോൾ കാട്ടിൽ ഭക്ഷണമൊന്നും കിട്ടാതാകും. അതുകൊണ്ട് നീ ആഹാരം ശേഖരിച്ചു വെക്കൂ. ചിക്കു അണ്ണാൻ ശരിയെന്നു തലയാട്ടി. പക്ഷേ അവൻ പിന്നെയും അലസനായി വീട്ടിൽ കിടന്നുറങ്ങി. ഇത് കണ്ട മിക്കു അണ്ണാൻ അവന് ഭക്ഷണം കൊടുക്കാതായി. തീരെ നിവൃത്തിയില്ലാത്തപ്പോൾ ചിക്കു അണ്ണാൻ വെളിയിൽ പോയി എന്തെങ്കിലും കായ്കനികൾ തേടി ഭക്ഷിച്ചു തിരികെ വന്ന് കിടക്കും. അങ്ങനെ മാസങ്ങൾ പോയി. മിക്കു ആവട്ടെ ദിവസവും തേൻ, പഴങ്ങൾ, വിത്തുകൾ ഒക്കെ കാട്ടിപ്പോയി ശേഖരിക്കും. എന്നിട്ട് അവ ഉണക്കി ഭദ്രമായി മരഭരണികളിൽ അടച്ചു വെക്കും. ചൂടുകാലം വന്നു. കാട്ടിൽ മുഴുവൻ കൊടിയ വരൾച്ച. മൃഗങ്ങൾ ഭക്ഷണത്തിനും വെള്ളത്തിനുമായി പരക്കം പാഞ്ഞു. ചിക്കുവിന്റെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. അവന് വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതെയായി. അവസാനം ചിക്കു അണ്ണാൻ പതിയെ മിക്കുവിന്റെ മാളത്തിനരികിലെത്തി. അവൻ മൂക്ക് വിടർത്തി മണം പിടിച്ചു. എന്ത് സുഗന്ധം! നല്ല അപ്പം ചൂടുന്ന മണമാണല്ലോ. അവൻ പതിയെ മിക്കുവിന്റെ കഥകിൽ മുട്ടി. കഥക് തുറന്ന മിക്കു അണ്ണാന് ചിക്കു അണ്ണാനെ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. അവൻ വേഗം രണ്ടപ്പവും അല്പം തേനും എടുത്ത് ചിക്കുവിന് കൊടുത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ചിക്കു അണ്ണാൻ മിക്കുവിനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ മിക്കു, ഇനി മുതൽ ഞാൻ പരിശ്രമശാലിയായിരിക്കും. ഇത് കേട്ട മിക്കുവിന് സന്തോഷമായി. വേനൽക്കാലം കഴിയും വരെ മിക്കു ചിക്കുവിനും ഭക്ഷണം കൊടുത്തു. അതിനുശേഷം ചിക്കു മിക്കുവിനൊപ്പം സ്ഥിരമായി ഭക്ഷണം തേടി തുടങ്ങി. കഥ ഇഷ്ടമായ കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം കമന്റ് ചെയ്യുമല്ലോ അല്ലേ? കഥ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.